ഹായ് ഗൈസ്, ഈടായിട്ട് കേൾക്കുന്ന മെയിനൊരു സംഭവമാണ് AI നമ്മളുടെ ജോലി കളയോ നമ്മളുടെ വർക്കുകൾ ഇല്ലാണ്ടാക്കോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല കാലത്തും ഇതുപോലത്തെ പല കാര്യങ്ങളും വന്നിട്ട് നമ്മളെ റീപ്ലേസ് ചെയ്യുമോ, നമ്മളെ ജോലി പോകുമോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ആദ്യമായിട്ട് സംഭവം എന്നല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ റീപ്ലേസ് ചെയ്യാനല്ല വരുന്നത്, അത് നമ്മൾ അസിസ്റ്റ് ചെയ്യാനാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിനെ കണ്ടാൽ ആക്ച്വലി നമുക്ക് ഹെൽപ്പാണ് ഇത് ചെയ്യണം. നമ്മൾ അതിന് പകരം ഓക്കെ ഇങ്ങനൊരു പുതിയ സാധനം വന്നു, ഇനി അതൊന്നും നമ്മൾ നോക്കാനേ പാടില്ല, നമ്മളെ കളയാൻ വേണ്ടി വന്ന സാധനങ്ങളിൽ അതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വലുതായി വരുള്ളൂ, അതുകൊണ്ട് അതിനെ നമുക്ക് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ഇല്ലാതാവാൻ പോകണില്ല. എന്നും ഒരു റെവല്യൂഷണറി ഒരു സംഭവം വന്നാലും ഒരു മെജോറിറ്റി ഓഫ് ടൈമിലും അത് കയറി വരും. നമുക്കതിനൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിനെ എങ്ങനെയാണ് അത് എളുപ്പമാക്കാം, അത് ഹെൽപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഏടെ കേസിലും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെ അവിടെ നിന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രോസസ്സുകളെ, എൻ്റെ ഒരു ദിവസം ചെയ്യുന്ന വർക്കുകളെ എനിക്ക് 10 ടൈംസ് കുറക്കാനോ അല്ലെങ്കിൽ 20 ടൈംസ് കുറക്കാനോ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ കറക്റ്റ് ടൂളുകൾ മനസ്സിലാക്കി അത് കറക്റ്റ് സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിലെ കാര്യം. പിന്നെ നമുക്ക് പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് പഠന കാര്യങ്ങൾ അത് ഫാസ്റ്ററാക്കി തരും. അങ്ങനെ പല ഏരിയയിൽ നമുക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അതിനെ മനസ്സിലാക്കണം. അഗെയിൻ ഞാൻ കോഡിങ്ങിൻ്റെ എക്സാമ്പിൾ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇത് ചെയ്യിപ്പിക്കാനോ നോക്കാതെ നമ്മളെ ഇതെങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കാൽക്കുലേറ്റർ ഇൻവെൻറ്റ് ചെയ്തപ്പോൾ നമ്മളുടെ മാത്സ് ഇല്ലാണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടാതായിട്ടില്ലല്ലോ. നമ്മളുടെ കണക്ക് കൂട്ടുന്ന കാര്യങ്ങൾ ഫാസ്റ്ററായി, നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി, നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അയാൾക്ക് പെട്ടെന്ന് കണക്ക് കൂട്ടാനും പറ്റുന്നുണ്ട് ആ കാൽക്കുലേറ്റർ ഉള്ളതുകൊണ്ട്. അതിലായിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ മനസ്സിൽ കണക്കൊക്കെ കൂട്ടി പേനോണ്ടൊക്കെ എഴുതി വന്ന് ഇത് വരുമ്പോൾ കുറേ സമയം, അപ്പോൾ അവർക്ക് സമയം ആക്ച്വലി അവിടെ ലാഭിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് AI കാര്യത്തിൽ സംഭവിക്കുന്നത്. നമ്മളെങ്ങനെ അത് അസിസ്റ്റ് ചെയ്യാന്നുള്ളത് ആണ് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടത്. ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ എല്ലാ മേഖലകളിലും ഉള്ള AI ടൂളുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിനൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇത് നമ്മളെ ഹെൽപ്പാണ് ചെയ്യണത്, അല്ലാണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഏതാണ് ഫേവററ്റ് ടൂളുകൾ യൂസ് ചെയ്യാമെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ AI ടൂളുകളുടെ എക്സ്പീരിയൻസുകൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. താങ്ക് യു.